കേരളത്തിൽ അധികാരമേറ്റ യു.ഡി.എഫ് സർക്കാരിന് കീഴിൽ ഭരണപരമായ നിർണായക നീക്കങ്ങൾക്ക് തിരുവനന്തപുരത്ത് വഴിയൊരുങ്ങുകയാണ്. മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ മുന്നണി സമവാക്യങ്ങൾ കൂടുതൽ ദൃഢമാക്കാനും ഘടകകക്ഷി നേതാക്കളുടെ അർഹമായ പങ്കാളിത്തം ഉറപ്പാക്കാനുമാണ് കോൺഗ്രസ് സർക്കാരിന്റെ നീക്കം. മുന്നണിയിലെ പ്രധാന പ്രമുഖർക്ക് ക്യാബിനറ്റ് റാങ്കോടെയുള്ള പദവികൾ നൽകാനുള്ള വിഷയം ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ സജീവമായി ചർച്ചയ്ക്കെടുക്കും. ഘടകകക്ഷി നേതാക്കളുമായി മുഖ്യമന്ത്രി നേരിട്ട് നടത്തുന്ന ചർച്ചകൾക്ക് ശേഷം തീരുമാനങ്ങളുടെ ഔദ്യോഗിക പ്രഖ്യാപനം. പ്രധാനമായും 4 മുതിർന്ന മുന്നണി നേതാക്കളുടെ പേരുകളാണ് ഈ ക്യാബിനറ്റ് റാങ്ക് പദവികളിലേക്ക് പരിഗണിക്കപ്പെടുന്നത്. മുസ്ലിം ലീഗ് നേതാവ് എം.കെ. മുനീർ, കേരള കോൺഗ്രസ് നേതാവ് പി.ജെ. ജോസഫ്, ഫോർവേഡ് ബ്ലോക്ക് നേതാവ് ജി. ദേവരാജൻ, പാലാ എം.എൽ.എ. മാണി സി കാപ്പൻ എന്നിവരാണ് പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ളത്. സഖ്യകക്ഷികളെ വിശ്വാസത്തിലെടുത്തുള്ള വലിയൊരു ഭരണതല നീക്കുപോക്കിനാണ് കോൺഗ്രസ് തയ്യാറെടുക്കുന്നത്. മുസ്ലിം ലീഗിന്റെ മുൻനിര നേതാവായ കെ മുനീറിനായി ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷ പദവിയാണ് ലീഗ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്നാൽ മുന്നണിയിലെ ഏറ്റവും മുതിർന്ന നേതാവെന്ന പരിഗണന മുൻനിർത്തി ആദ്യം പദവി നൽകേണ്ടത് പി.ജെ. ജോസഫിനാണെന്ന നിലപാടിലാണ് കേരള കോൺഗ്രസ്. ഭരണപരിഷ്കാര കമ്മീഷൻ ലീഗിന് ലഭിച്ചാൽ വയോജനക്ഷേമം അല്ലെങ്കിൽ കൃഷി കമ്മീഷൻ അധ്യക്ഷ സ്ഥാനങ്ങളിൽ ഒന്നിലേക്ക് ജോസഫ് പരിഗണിക്കപ്പെടും. നോർക്ക വൈസ് ചെയർമാൻ പദവിയാണ് മാണി സി കാപ്പന്റെ പ്രധാന ആവശ്യം. 2.5 വർഷത്തിന് ശേഷം അനൂപ് ജേക്കബിന് പകരം തന്നെ മന്ത്രിയാക്കാൻ യു.ഡി.എഫിൽ ധാരണയുണ്ടെന്ന് കാപ്പൻ അവകാശപ്പെടുന്നുണ്ടെങ്കിലും അനൂപ് ഈ വാദം പൂർണ്ണമായി തള്ളിക്കളയുകയാണ്. അതേസമയം പാലായിൽ ജോസ് കെ മാണിയെ വീഴ്ത്തി സഭയിലെത്തിയ കാപ്പന് ക്യാബിനറ്റ് റാങ്കോടെയുള്ള അർഹമായ പദവി നൽകുന്നതിനോട് കേരള കോൺഗ്രസിനും എതിർപ്പുകളില്ല. ദേശീയ തലത്തിൽ തിളങ്ങുന്ന ജി. ദേവരാജനായി ഡൽഹിയിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധി പദവിയാണ് പരിഗണിക്കുന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കെ.വി. തോമസിനും മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന കെ.എം. എബ്രഹാമിനും മാത്രമാണ് ക്യാബിനറ്റ് റാങ്ക് നൽകിയിരുന്നത്. അന്ന് പി. ശ്രീരാമകൃഷ്ണനെ നോർക്ക റെസിഡന്റ് വൈസ് ചെയർമാനാക്കിയെങ്കിലും ക്യാബിനറ്റ് പദവി നൽകിയിരുന്നില്ല. കൂട്ടുമുന്നണി ഭരണത്തിൽ ഘടകകക്ഷികളെ കൃത്യമായി കൂടെ നിർത്താനും സന്തുലിതാവസ്ഥ നിലനിർത്താനുമാണ് കോൺഗ്രസും മുഖ്യമന്ത്രി വി.ഡി. സതീശനും ശ്രമിക്കുന്നത്. ഈ തന്ത്രപരമായ തീരുമാനങ്ങളിൽ വരും ദിവസങ്ങളിൽ സംസ്ഥാന തലത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്.